പിങ്കല സൂര്യൻ്റെ എനർജി, ഇത് അഗ്നി എനർജി. ഈ അഗ്നി എനർജി റൈസ് ആയാൽ ഇടപിങ്കല സമമാവും. കൈലാസത്തിൽ നിന്ന് ആ മാമ്പഴത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഇരിക്കാൻ പോകുന്നവരുമായി അഗസ്ത്യരിക്കുന്നു. അവിടെ കൊട്ടാരക്കരയുന്ന ഒരു സ്വാമി അവിടെ പോയിരുന്നു, സദാനന്ദ പോയി അഗസ്ത്യർ ദർശനം കൊടുത്ത് അങ്ങനെ വന്ന് കേരളത്തിൽ ചുറ്റി നടന്നപ്പോൾ രാജാവ് ഒരു 500 ഏക്കർ സ്ഥലം കൊടുത്ത് സദാനന്ദപുരം പാവനാശത്തിൽ ഒരു ട്രൈബൽസ് ഇരിക്കുകയാണ്. അവർ പറയും ഞങ്ങൾ അഗസ്ത്യരെ കാണുന്നുണ്ട്, അഗസ്ത്യർ ഞങ്ങളുടെ അടുത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. കണക്റ്റിംഗ് സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഇന്ത്യ. അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങേരെ കാണാൻ വേണ്ടിയാണ് വാൽമീകിയുടെ പേര് രത്നാകരൻ. ക്രിയായോഗ എന്ന് ഇവിടെ ചെയ്യുന്നതല്ല ക്രിയായോഗയിൽ ശൈവ സിദ്ധാന്തമുണ്ട്, സിദ്ധവൈദ്യമുണ്ട്, വർമ്മ ഉണ്ട്, അത് ചെയ്യുന്നത്. അപ്പം ഈ അഗസ്ത്യ ട്രഡീഷൻ എല്ലാത്തിലും വരുന്നുണ്ട്. അഗസ്ത്യരാണ് എല്ലാത്തിൻ്റെയും ഗുരു. നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ലോങ് ബാക്ക് ട്രേസ് ചെയ്ത് പോയാൽ ഇവിടെ അഗസ്ത്യർ കാലം വന്ന് ലെമൂറിയ കണ്ടിന്റിലിരിക്കുകയാണ്. അഗസ്തീശ്വരർ എന്ന് പറയുന്നത് ശിവൻ തന്നെ. ശിവനുക്ക് അഗസ്ത്യർ ജ്ഞാനം കൊടുത്ത അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ പ്രാണപുരുഷൻ. അവിടെ നിന്ന് ഇവിടെ കന്യാകുമാരി വന്ന അഗത്തി എന്ന് പറയുന്നത് ഇന്റേണൽ ഫയർ. ഇതാണ് തത്വവിളക്കം. അഗത്യർ ഒന്ന് വടക്കേ നിന്ന് തെക്ക വന്നു, അപ്പോൾ ബാലൻസ് ആയി, അത് പുരാണം. അഗത്തി ഇന്റേണൽ ഫയർ, ഇങ്ങടെ സുഷുമ്നയിൽ ഓടുന്ന അഗ്നി. ഇട പിങ്കല സുഷുമ്ന എന്ന് പറയും. ഇട ചന്ദ്രൻ്റെ എനർജി, പിങ്കല സൂര്യൻ്റെ എനർജി, ഇത് അഗ്നി എനർജി. ഈ അഗ്നി എനർജി റൈസ് ആയാൽ ഇടപിങ്കല സമമാവും. ഇതാണ് യോഗ വിളക്കം. അഗ്നിയെ നമ്മൾ സുഷുമ്ന അഞ്ച് ഇടപിങ്ക, ഇതാണ് യോഗ വിളക്കം. അഗസ്ത്യർ വന്നെന്നുള്ള പുരാണത്തിന് സമമായിട്ടുള്ള യോഗ വിളക്കം. ശരി, ഇനി അഗസ്ത്യരെ നോക്കിയാൽ പഴയകാലത്ത് രാമായണ പീരീഡിൽ തന്നെ ഇരിക്കുകയാണ്. രാമായണ പീരീഡിൽ ഇരിക്കുന്നു ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഇപ്പോൾ റിസർച്ച് ചെയ്ത് 37 പേര് അഗസ്ത്യരുടെ പേരിലിരുന്നു, 96 പേര് അഗസ്ത്യരുടെ പേരിലിരുന്നു. എന്തു വെച്ചാൽ ഒവ്വൊരു ലിറ്ററേച്ചറിൽ ഒവ്വൊരു നമ്മൾ കാണുന്നത് പറയുന്നുണ്ട് റിസർച്ചേഴ്സ്. പക്ഷേ ഈ സിദ്ധர்கள் അവർ വിചാരിച്ചാൽ ശേപ്പം മാറ്റാൻ പറ്റും. അവർ യു ക്യാൻ ട്രൈഡ് ഓവർ ടൈം. ബോഗർ 8 സ്ഥലത്ത് സമാധി ഇരുന്നു എന്ന് പറയുന്നത്. ഒരു സമാധി ആയിട്ട് പിന്നെ അവിടെ നിന്ന് ആസ്ട്രൽ ബോഡിയിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ആയി. ഇപ്പോൾ വന്ന് പളനിയിൽ സമാധി ഇരിക്കുന്നു, കതിർഗാമത്തിൽ സമാധി ഉണ്ട്. ഞാൻ പോയി ശ്രീലങ്കയിൽ ക്ലാസ് എടുക്കാൻ 17 ദിവസം പോയിരുന്നു. അവിടെയും ഇതുണ്ട് പല ബോഗർ സമാധി. അപ്പോൾ ഇതേമാതിരി സിദ്ധர்கள் അവർ വന്ന് ഇപ്പവും നിങ്ങൾ അഗസ്ത്യരെ പൂജ ചെയ്താൽ അഗസ്ത്യർ ദർശനം കൊടുക്കുന്നുണ്ട്. എവിടെ? കുറ്റാലത്ത്. അപ്പോൾ അഗസ്ത്യർ ആദ്യം കന്യാകുമാരി വന്നു. പിന്നെ വരുമ്പോൾ എന്താ വെച്ചാൽ അടുത്ത് പളനിയിലാണ് വന്നിരുന്നത്. പളനി ഹിൽസ്, ഇപ്പം ഇരിക്കുന്നല്ലോ പളനി ഹിൽസ് ഇരിക്കുകയാണ്. അപ്പോഴാണ് മുരുകൻ്റെ അവിടെ കല വെച്ചുകൊണ്ട് വരുന്നത്. എവിടെ? മുരുകൻ കൈലാസത്തിൽ നിന്ന് ആ മാമ്പഴത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഇരിക്കാൻ പോകുന്ന വരുമ്പോൾ അഗസ്ത്യർ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ അഗസ്ത്യർ ഇവിടെ മാറിപ്പോയെന്ന് പറഞ്ഞു. അഗസ്ത്യർ മാറിപ്പോയി. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്കിവിടെ ഇരിക്കണം, അത് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഞാൻ ശിവപാലൻ, നിങ്ങൾ എൻ്റെ എഴുത്തൊരുക്കല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ശിവനാണ്, എനിക്ക് ദൈവം. നിങ്ങളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടാൽ ഞാൻ കേൾക്കണമെന്നില്ല. എഴുത്ത് തിന്നും ഫൈറ്റിങ് തുടങ്ങി. ഫൈറ്റിങ് ശിവൻ്റെ അടുത്ത് ഫൈറ്റിങ് പഠിച്ചാൽ അഗസ്ത്യറും മുരുകനും ഫൈറ്റിങ് നടക്കുന്നത്. ഫൈറ്റിങ്ങിൽ ആരും ജയിക്കാൻ പറ്റില്ല, രണ്ടും ഈക്വലായി. അപ്പോഴാണ് മുരുകൻ ഒന്ന് 6 മുഖത്തെ കാണിക്കുന്നു. 6 മുഖം കാണിക്കുമ്പോൾ ശിവൻ അഗസ്ത്യർ നോക്കുന്നത് ശിവൻ്റെ മുഖം തന്നെയല്ല. ഓക്കെ, ശിവൻ്റെ എനർജി തന്നെ നിങ്ങൾ ഓക്കെ, നിങ്ങളെയും ഗുരുവായിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഗുരു ശിഷ്യതായി. അവിടെ നിന്ന് മാറി പൊതിയമലയിൽ പോകുന്നു. കുറ്റാലത്തിൻ്റെ അടിക്കുന്ന പൊതിയമല. ഇവിടെ ഞാൻ പൊതിയമലയിൽ പോയിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വന്ന് ഇൻ്റർനാഷണൽ യോഗ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ നെടുമങ്കാട് നമ്മുടെ അവിടെ ട്രെയിനിങ് എടുത്ത് ഇവിടെ എന്തോന്ന് നമ്മുടെ ഏറ്റങ്കര നെയ്യാർ ഡാമിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ പോയി ടാപ്പിലിരുന്നു. ഈ അഗസ്ത്യർ വന്ന് ഉള്ള റിലേഷൻ ഒരുപാട് പേർക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊട്ടാരക്കരയുന്ന ഒരു സ്വാമി അവിടെ പോയിരുന്നു, സദാനന്ദ പോയി അഗസ്ത്യർ ദർശനം കൊടുത്ത് അങ്ങനെ വന്ന് കേരളത്തിൽ ചുറ്റി നടന്നപ്പോൾ രാജാവ് ഒരു 500 ഏക്കർ സ്ഥലം കൊടുത്ത് സദാനന്ദപുരം അവിടെ ഇരിക്കുകയാണ്. അവിടെ അഗസ്ത്യ ക്ഷേത്രം വലിയ ക്ഷേത്രമുണ്ട്. അതിൽ വന്ന് സിദ്ധവൈദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ശരിയില്ല. നേരത്തെ അമേരിക്കയിൽ നിന്ന് ജോലി ചെയ്ത ഒരു സ്വാമിയാണ് വന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ പോയി താമസിച്ചു. ഇപ്പോൾ കുറേ അലിഗേഷൻസ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അതെ, അലിഗേഷൻസ് വന്ന് അങ്ങേര് എല്ലാ സ്ഥലം ഇപ്പോൾ വരയ്ക്കുന്ന ആളിന് വിവരമില്ല, എല്ലാத்தைയും സ്ഥലത്തെ വിൽക്കാൻ തുടങ്ങി. അവിടെ അഗസ്ത്യമുനി ക്ഷേത്രത്തിലാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പൂജാരിയെ വെച്ചത്. അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം വന്ന് ഞാൻ ഇപ്പോൾ പോയപ്പോൾ അവിടെ ആക്ടിവിറ്റീസൊക്കെ പഴയ കെട്ടിടവും
അതെ, തിരുത്തിയില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വിറ്റ് കളഞ്ഞെന്നും പറയുന്നു. അത് നമുക്കൊരു സബ്ജക്റ്റ് അല്ല. അത് സിദ്ധവൈദ്യം അഗസ്ത്യ എഴുതുന്ന സദാനന്ദ കിട്ടിയിട്ടുണ്ട്. അവിടെ സിദ്ധവൈദ്യശാല ഇരുന്നു ഞാൻ പോകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ വന്ന് അപ്പോൾ സിദ്ധവൈദ്യം, അഗസ്ത്യരുടെ സിദ്ധവൈദ്യം കേരളത്തും ഉണ്ട്. അപ്പോൾ അഗസ്ത്യർ വന്ന് അങ്ങേരുടെ നോളജ് ഇപ്പോൾ വന്ന് പാവനാശത്തിൽ ഒരു ട്രൈബൽസ് ഇരിക്കുകയാണ്. അവർ പറയും ഞങ്ങൾ അഗസ്ത്യരെ കാണുന്നുണ്ട്, അഗസ്ത്യർ ഞങ്ങളുടെ അടുത്തുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത്. അവർ ഞങ്ങൾക്ക് വൈദ്യമൊക്കെ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങേര് തന്നെ പറഞ്ഞു തരുന്നു എന്നൊരു കണക്ഷൻ ഇരിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് പേര് ആ വൈദ്യമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സിദ്ധവൈദ്യത്തിൻ്റെ ഫൗണ്ടർ അഗസ്ത്യർ. അപ്പോൾ ശിവൻ വന്ന് 7 ലക്ഷം ഇത് സിദ്ധവൈദ്യ ഇത് അഫോറിസം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് വന്ന് അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു എസൻസാണ് ബോഹർ 7000 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് സിദ്ധവൈദ്യത്തിൻ്റെ ഫൗണ്ടർ അഗസ്ത്യറാണ്. അപ്പോൾ അഗസ്ത്യർ അതിൻ്റെ ശേഷം അവിടെ നിന്ന് പിരിഞ്ഞ് വന്നതാണ് ചേരയർ, പുലിപ്പാണി, ഇതൊക്കെ അഗസ്ത്യർ ട്രഡീഷനാണ്. അപ്പോൾ വന്ന് സിദ്ധവൈദ്യത്തിൻ്റെ ഹെഡും അഗസ്ത്യറാണ്. തമിഴ് ഗ്രാമറും എഴുതിയത് അഗസ്ത്യറാണ്. സോ തമിഴ് ഗ്രാമർ അഗസ്ത്യം എന്നുള്ള എഴുതിയത് അപ്പോൾ ലാംഗ്വേജിൻ്റെ ഫൗണ്ടറും അഗസ്ത്യറാണ്. അപ്പോൾ കന്യാകുമാരിയുടെ തെക്ക് 49 തമിഴ്നാട് ഉണ്ടായിരുന്നു, ലെമൂറിയൻ കോണ്ടിനെൻ്റ്. അവിടെയാണ് അഗസ്ത്യർ ആദ്യം ഈ ഗ്രാമർ ബുക്ക് എഴുതിയത്. അപ്പോൾ അത് വന്ന് കടലിൽ അത് പോയി കഴിഞ്ഞ് അങ്ങോട്ട് സ്റ്റുഡൻ്റ് എഴുതിയ തൊൽകാപ്പിയർ എഴുതിയത് ഇപ്പോൾ ഉണ്ട്. തൊൽകാപ്പിയർ ഇരുന്ന സ്ഥലം കന്യാകുമാരിയിൽ കുളുത്തറയുടെ പക്കം അവിടുത്തെ കാപ്പിക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അത് ഇപ്പോൾ ഉണ്ട് തൊൽകാപ്പിയർ. സോ ലാംഗ്വേജിൻ്റെ ഈ ഹെഡ് വന്ന് അഗസ്ത്യർ തന്നെ, സിദ്ധവൈദ്യത്തിൻ്റെ ഹെഡും അഗസ്ത്യർ തന്നെ. ഇനി നാഡീശാസ്ത്രം, നിങ്ങൾ പറഞ്ഞല്ലോ നാഡി. അപ്പം ഇതൊക്കെ സയൻസ്. ഇവർ ഞങ്ങൾ ബുദ്ധിജീവികളാണെന്ന് വിചാരിച്ചുകൊണ്ട് ചിലവർ തിരികെയാണ്. അവരുടെ ബുദ്ധിയെ 6ാമത് അറിവാണ് അവർക്കുള്ളത്. 7ാമത് അറിവ്, 8ാമത് അറിവ്, 9, ഇങ്ങനെ 10ാമത് അറിവാണ് ശിവയോഗി സമാധി നില. 10ാമത് അറിവ്, 9 അറിവ് വരെ ശിവയോഗിയുണ്ട്. 10 അറിവുമ്പോൾ അവർ ലയിക്കും. അതിൻ്റെ ശേഷം അവർ ഈ ലോകത്തെ വിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഇത വെച്ചാണ് അവർ എടുക്കുന്നത്. ഇപ്പം ലോകത്ത് നിങ്ങളിപ്പോൾ എത്ര 800 കോടി ജനങ്ങളിൽ നിന്നല്ല ഈ ഇതിൽ വ്യത്യാസമുണ്ട്. ഇത വെച്ച് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, ഫിംഗർ പ്രിന്റ് ഇതേ തന്നെ. അപ്പോൾ നിങ്ങൾ പോയാൽ ഇതിനെ വെച്ച് അവർ ഒരു ഇത് ട്രേസ് ചെയ്ത കറക്റ്റാണ് പോകുന്ന ആളുകളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെ കംപ്ലീറ്റ് പറയും. ഫ്യൂച്ചർ പാസ്റ്റൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ഫൗണ്ടർ അഗസ്ത്യറാണ്. ഇന്ന് വൈദ്യേശ്വരം കോവിലാണ് ആ ട്രഡീഷൻ, ഫസ്റ്റ് ട്രഡീഷൻ. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ കണ്ണൂരിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പഠിച്ചിട്ട് കണ്ണൂരിൽ ഒന്ന് പേരൊക്കെ എനിക്ക് അറിയാം. ഒരു ട്രഡീഷൻ, അതിൻ്റെ ട്രഡീഷനോ അഗസ്ത്യർ തന്നെ. ഇത് അതുപോലെ വർമ്മ ഇത് അതിൻ്റെ ഫൗണ്ടർ വന്ന് അഗസ്ത്യരിൽ വരുന്നു. ശിവൻ പറഞ്ഞു കൊടുത്ത് വർമ്മ. അതുപോലെ പല സിദ്ധர்களுം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഹെഡായിട്ടുള്ളത് അഗസ്ത്യർ. അപ്പോൾ ഇത് എന്തെന്ന് ഇതിൽ വെച്ചാൽ എല്ലാം തമിഴിലാണ് എഴുതിയത്. ഈ ഒരു സാൻസ്ക്രിറ്റിലൊന്നും എഴുതിയത് തമിഴിലാണ് എഴുതിയത്. അപ്പോൾ വർമ്മക്കലയ്ക്ക് ഇത് ഇരിക്കുന്ന. രണ്ടാമത് നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ പുരാണ പീരീഡിലും അങ്ങേര് കാണാം. രാമർക്ക് ആദിത്യ ഹൃദയം അത് രാമായണ പീരീഡിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അഗസ്ത്യർ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ലിങ്ക് കണക്റ്റിങ് സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഇന്ത്യ. അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങേരെ കാണാൻ വേണ്ടിയാണ് വാൽമീകിയുടെ പേര് രത്നാകരൻ. അപ്പോൾ അങ്ങേര് വന്ന് ഇവിടെ ഉപദേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന് ക്ലാസിക് തമിഴ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ട്രേസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇത് പോയി ട്രേസ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വ്യാസർ വന്നിട്ടുണ്ട് ഇവിടെ ഈ അഗസ്ത്യരെ കാണാൻ. വ്യാസറും അഗസ്ത്യരും ഇരുന്ന് സംസാരിച്ച ഇടം പാണ്ടിച്ചേരി. അപ്പോൾ വേദപുരീശ്വരർ അവിടെ വന്ന് വേദങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അഗസ്ത്യർ ശിവനെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് വേദപുരീശ്വരർ അവിടെ വന്ന് മീറ്റിംഗ് ബിറ്റ്വീൻ അഗസ്ത്യർ ആൻഡ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിസ്കഷൻ ചെയ്യാനും അങ്ങനെ ഒരു കൺസൾട്ടിങ്ങും ഗുരുജിയാണ് ഒരു ഫൗണ്ടൻ സോൾസ് ഓഫ് നോളജ് ഇരിക്കുന്നത്. തിരുമൂലർ അഗസ്ത്യരെ കാണാൻ, ബോഹർ അഗസ്ത്യരെ കാണാൻ പോയിട്ടുണ്ട്. ക്രിയാ ബാബാജിയും ഫൈനൽ അഗസ്ത്യരുടെ നോളജാണ്. ക്രിയാ ബാബാജിയുടെ നോളജും ഫസ്റ്റ് ബോഹർ പറഞ്ഞു. പിന്നെ കുറ്റാലത്ത് ക്രിയാ ബാബാജിയുടെ വിഗ്രഹമുണ്ട് അവിടെ അവർ സന്ധിച്ച സ്ഥലത്ത്. എന്നിട്ട് ഈ ക്രിയായോഗ ഈസ് എ പാക്കേജ് ഓഫ് ശിവയോഗ ആണ്. അതിൽ എല്ലാം ഉണ്ട്. ഇതാണ് നിറയെ പേർക്ക് ക്രിയായോഗ എന്ന് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതല്ല ക്രിയായോഗയിൽ ശൈവ സിദ്ധാന്തമുണ്ട്, സിദ്ധവൈദ്യമുണ്ട്, വർമ്മ ഉണ്ട്, എല്ലാ ഇതും ചെയ്ത് 16 സ്റ്റേജിലുള്ള സിദ്ധവൈദ്യം ക്രിയായോഗ തമിഴിലുണ്ട്. ഞാൻ പഠിപ്പിക്കുകയാണ്.
ഇൻ്റർനാഷണൽ ലെവലിൽ 6 സ്റ്റേജാണ് ഇരിക്കുന്നത്. അതിൽ കായകൽപ്പ എല്ലാം ഇൻക്ലൂഡിങ് അതുള്ള ഇതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ അഗസ്ത്യ ട്രഡീഷൻ എല്ലാ ഇതിലും വരുന്നുണ്ട്. അഗസ്ത്യരാണ് എല്ലാത്തിൻ്റെയും ഗുരു. എല്ലാ ഇത് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ലോങ് ബാക്ക് ട്രേസ് ചെയ്ത് പോയാൽ ഇവിടെ അഗസ്ത്യർ കാലം വന്ന് ലെമൂറിയ കോണ്ടിനെൻ്റിലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് കൺസൾട്ടിങ് ഒക്കെ ചെയ്തുകൊണ്ട് അഗസ്ത്യരുടെ ഒരു കോൺടാക്ട് ഇപ്പോഴാണ് ഈ ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്. എന്തോന്ന് തമിഴ് സംഗമം എന്ന് പറഞ്ഞ് കാശിയിൽ ഫെബ്രുവരി 15 ഇപ്പോൾ പോവും, 13-ാം തീയതി പോവും, 15 24 വരെ. അതിൽ വന്ന് ഈ കൊല്ലം അഗസ്ത്യർ ഹൗ യുണൈറ്റഡ് ഇന്ത്യ യൂസിങ് സിദ്ധ മെഡിസിൻ, അവരുടെ ഫിലോസഫി ഇവരെ വന്നതാണ് ഈ തീം ഫോർ ദിസ് ഇയർ. അത് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അഗസ്ത്യരെ കുറിച്ച് ഒരുപാട് അറിവുകൾ ലഭിക്കാൻ സാധിച്ചു.